نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فأخذتهم صيحة مشرقين فجعلنا عاليها سافلها وأمطرنا عليهم حجارة من سجيل إن في ذلك لآية للمتوسمين صدق الله العلي العظيم അള്ളാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിക്കുകയും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗം, സ്വർഗത്തിലെ മഹോന്നതമായ പദവി ജന്നാത്തുൽ ഫിർദൗസ്, അത് നേടിയെടുക്കുന്നതിൽ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ശാശ്വതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും എല്ലാ അർത്ഥത്തിലും എല്ലാവരെയും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, ഭൂമുഖത്ത് നടക്കേണ്ട ഏറ്റവും അനുഗ്രഹീതമായ പ്രവർത്തനം ഇസ്ലാമികമായ സന്ദേശം ജനങ്ങൾക്ക് എത്തുകയും സകല മനുഷ്യരും ഈ ലോകത്തും നാളെ പരലോകത്തും ശാശ്വതമായി രക്ഷപ്പെടുകയും ചെയ്യുക എന്നതാണ്. അള്ളാഹു സഹായം ചോദിച്ച ഒരുപക്ഷെ ഏക കർമ്മം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനമാണ്. അള്ളാഹു തന്നെ ഒരു കാലഘട്ടം വരെ നേരിട്ട് അത് നടത്തി. പിന്നീട് പ്രവാചകത്വ പരമ്പര അവസാനിപ്പിച്ചുകൊണ്ട് മുഴുവൻ വിശ്വാസി സമൂഹത്തെയും ഏൽപ്പിച്ച ഏറ്റവും വലിയ മഹാദൗത്യം. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വിശ്വാസികളെ അള്ളാഹുവിന്റെ സഹായികളായിട്ടുള്ളത്? അപ്പൊ അള്ളാഹുവിന്റെ സഹായികൾ ആയി മാറുക മാത്രമല്ല, നമ്മളുടെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും വിഷമങ്ങൾ ചെറുതോ വലുതോ ആയിട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സജീവമായ രീതിയിൽ ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, നിങ്ങളുടെ പാദങ്ങളെ തികച്ചും അടിയുറപ്പുള്ളതാക്കി മാറ്റുകയും ചെയ്യും. ഈ അടിയുറപ്പ് എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് മാത്രമല്ല, ശാശ്വതമായ ലോകത്ത് എന്നെന്നും
അടിയുറപ്പുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ മാറ്റിത്തരും. നിങ്ങൾ എന്റെ സഹായികളായി നിങ്ങൾ ഇറങ്ങണം. ഇതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അതിന് തയ്യാറുണ്ടോ എന്നാണ് നിരന്തരം നമ്മുടെ ജീവിതം ഓരോ നിമിഷവും ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് അതിന് തയ്യാറുള്ളത്? ഈ കർമ്മത്തെ ഇതിന് തയ്യാറായി ഇതിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. ഷഹാദത്തുൽ ഹക്ക് എന്ന് പറയുന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അതിൽ ഏറ്റവും വലിയ പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ട് സംഘടിച്ച സംവിധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ എന്ത് പാപം ചെയ്തു പോയാലും അത് പൊറുക്കു കൊടുക്കുകയും അവൻ ചെയ്യുന്ന കർമ്മങ്ങളെ മുഴുവനും അള്ളാഹു സൽക്കർമ്മങ്ങളാക്കി മാറ്റി അള്ളാഹു അവനിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും. നമുക്കറിയാം, കാലഘട്ടം വളരെയധികം പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തിലേക്കാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. അത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് അള്ളാഹു അനുഗ്രഹമായി ഔദാര്യമായി കിട്ടിയ പ്രതീക്ഷയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. ഇത് ഭൂമിയിൽ മുഴുവനും വ്യാപിക്കുവാനുള്ളതാണ്. അള്ളാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ എന്ന് മുശ്രിക്കൂൻ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഈ ഭൂമിയിൽ ഇതെത്താത്ത, ഈ സത്യം എത്താത്ത ഒരിടവും അവശേഷിക്കാത്ത വിധം അള്ളാഹു അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. പക്ഷെ ആ പൂർത്തീകരണത്തിൽ നമ്മുടെ പങ്കാളിത്തം എത്രയുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ തലമുറകളെയൊക്കെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ചതിക്കുഴികളാണ് ധാരാളം നിരന്തരം കയ്യിൽ കൊണ്ടു നടക്കുകയാണ് ചതിക്കുഴികൾ. എന്നിട്ട് അതിൽപ്പെട്ട് അകപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ് മനുഷ്യകുലം. തൊട്ടുകഴിഞ്ഞ കാലത്തെ അതിനേക്കാൾ 10 മടങ്ങാണ് ഇപ്പോഴുള്ള ചതിക്കുഴികൾ. വഞ്ചന, ചതി എന്നൊക്കെ പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കെടുതികള് ധാരാളമായി അവസാനിക്കുന്നില്ല. ഇത് ഇഹലോകത്ത് അവസാനിക്കുകയില്ല. ഈ കെടുതികളുടെ ഒന്നും ദുരന്ത ഫലം അത് ഒരിക്കലും അവസാനിക്കാതെ പോവുകയാണ്. ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഈ ജനതയെ ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നമ്മൾ സന്നദ്ധമല്ല എങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തൽക്കാലത്തേക്ക് എന്തെങ്കിലും കെണിയിലൊക്കെ ആളുകൾ അകപ്പെട്ട് മരിച്ചു പോവുക എന്നതോട് തീരാൻ പോകുന്നില്ല. ആ ചതിക്കുഴി അവസാനം നരകമായിട്ട് ശാശ്വതമായ ലോകത്ത് തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിടിച്ചു നിൽക്കുവാൻ അടിയുറച്ച ഈമാൻ തലമുറക്ക് കൈമാറേണ്ടതുണ്ട്. ഏത് വൈറസ് കയറുന്നത് അവസ്ഥയിൽ നിന്നും അതിനെ ആന്റിവൈറസിനെ നേരിടാനുള്ള കഴിവ് വൈറസ് കയറിക്കൊണ്ടേയിരിക്കും. നമ്മളിലേക്ക് വന്ന് ഇടിച്ചു കയറുക തന്നെ ചെയ്യും. പക്ഷെ അതിനെ അതിജയിക്കുവാനുള്ള ഒരു ആന്റിവൈറസ്, അതാണ് അള്ളാഹുവിലുള്ള അടിയുറച്ച ഈമാൻ, ബോധം എന്ന് പറഞ്ഞു. ഈ തലമുറക്ക് കൈമാറാൻ നിങ്ങൾ സന്നദ്ധമാണോ എന്നാണ്, അത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നിങ്ങൾ സന്നദ്ധമാണോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ സഹായികളായി മാറാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പുതിയ തലമുറയുടെ അവസ്ഥ വായിച്ചു പഠിക്കുക, ഇഖ്റ എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് ദീനിന്റെ കാര്യത്തിൽ അതുപോലുള്ള സാഹിത്യങ്ങളൊക്കെ വായിക്കുക എന്ന് പറയുന്നത് എഴുത്തും വായനയും തന്നെ ഇല്ലാതെയായ, ഇനി ഓൺലൈനിൽ ചില വായനകളോ കാര്യങ്ങളൊക്കെ കാഴ്ചകളാണ് അധികവും നടന്നുകൊണ്ടിരിക്കുന്നത്. എഴുത്ത് തന്നെ ഇല്ലാതെയായോ? അല്ലമ ബിൽ കലം എന്ന് അള്ളാഹു പഠിപ്പിച്ചത്. എന്നപ്പോ പേന ഇല്ല, എഴുത്ത് മറന്നുപോയ ഒരു ജനതയാണ്, അറിയാത്തൊരു ജനതയാണ് പുതുതലമുറ എന്ന് പറയും. വായനയുടെ കാര്യവും വളരെ കഷ്ടമാണ്. അതുകൊണ്ട് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ പുതിയ തലമുറയുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്, അത് ഒരു ഏതാനും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതോട് ബുദ്ധിയും ബോധവും വെക്കുമ്പോൾ ഇസ്ലാം പഠിക്കാനുള്ള സംവിധാനം ഇല്ല. മറിച്ച് ബുദ്ധിയും ബോധവും വെക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചില അനുഷ്ഠാനങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ദീനിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ബുദ്ധിപരമായ, ചിന്താപരമായ, പ്രായോഗികമായ സമയത്ത് അത് ലഭ്യമാക്കുവാനുള്ള സംവിധാനങ്ങൾ വളരെ വിരളമാണ്. സോഷ്യൽ മീഡിയ നമുക്ക് കാണാൻ സാധിക്കും. തെറ്റാൻ സാധ്യതയുള്ള ഒരുപാട് കെണികളാണ് കയ്യിൽ പകരം കൊണ്ടു നടക്കുക. ഇസ്ലാമികമായ സാധ്യതകൾ ഇല്ല എന്നത് ഒരു വശത്ത്, മറുവശത്ത് കയ്യിലെടുത്തിരിക്കുന്ന ഈ സാധനം, എപ്പോഴും കൊണ്ടു നടക്കുന്ന ഈ സാധനം പല അപകടങ്ങളിലും പെടുത്തത്തക്ക രീതിയിലുള്ളതാണ്. പിടിച്ചു നിൽക്കാൻ ശക്തമായ പവർ കിട്ടേണ്ടതുണ്ട്. ആ പവർ നമ്മുടെ കയ്യിലാണുള്ളത്. ഖുർആനാണത്, അള്ളാഹുവിലുള്ള ബോധമാണ്, വിശ്വാസമാണ്. അത് നമ്മൾ നൽകുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ മതിലുകൾ തകർക്കുക എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രയോഗങ്ങൾ, ഇപ്പോഴത്തെ പ്രവണതകൾ. എല്ലാം തകർച്ച അവസാനം എന്തായി മാറും? നമുക്കറിയാം, ഒരുപാട് പേരിലാണ് ഫെമിനിസമായിട്ടും ലിബറലിസമായിട്ടും നിരീശ്വരത്വമായിട്ടും നിർമ്മതവാദമായിട്ടും
ജനറൽ ന്യൂട്രാലിറ്റി, അതേപോലെ LGBTQ, അതേപോലെ ഇപ്പൊ അവസാനം ടോയ്ലറ്റ് വരെ ഒന്നാണ്, ജനറൽ ടോയ്ലറ്റ് എന്ന് തുടങ്ങുന്ന സംവിധാനം വരെയിലേക്ക്. അങ്ങനെ നമ്മൾ അറിയാത്തൊരു ലോകത്ത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരം. അത് ക്യാമ്പസുകളൊക്കെ, പ്രത്യേകിച്ച് പല ക്യാമ്പസുകളും, ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകളുടെ ഇത്തരം തോന്നിവാസങ്ങളൊക്കെ പുതിയ തലമുറ, അധ്യയന വർഷമുള്ള പുതിയ കുട്ടികൾ പുതിയ സ്ഥലങ്ങളിൽ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഇത് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊന്നും നോക്കാനോ പറയാനോ നിർദ്ദേശങ്ങളോ നൽകാനോ സർക്കാർ സംവിധാനം വിപരീത ദിശയിലാണ് ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, വിവാഹിതരായി മാറിയാൽ വളരെ വലിയ പ്രശ്നമാണ്. വിവാഹേതര ബന്ധത്തിൽ എത്ര കാലം ജീവിച്ചാലും അതിന് യാതൊരു പ്രശ്നവുമില്ല. കോ ലിവിങ് എന്ന് പറയുന്ന, അതേപോലെ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര കാലം ജീവിച്ചാലും ഒരു പ്രശ്നമല്ല. അത് എത്ര ചെറുപ്പത്തിൽ തുടങ്ങിയാലും അതിന് സർക്കാർ ഒരു പ്രശ്നവുമില്ല. ആരെങ്കിലും പോയി വിവാഹിതരായാൽ അവന്റെ പ്രായം അന്വേഷിക്കുകയാണ്, അവന്റെ മതം അന്വേഷിക്കുകയാണ്, അവന്റെ ജാതി അന്വേഷിക്കുകയാണ്, അവനെ ജയിലിൽ അടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും, അവന്റെ മേൽ കുറ്റം ചാർത്തുന്ന ഒരവസ്ഥ നോക്കും നിങ്ങൾ. മാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കും ഈ സർക്കാർ ഭരണകൂടങ്ങൾ, എല്ലാ സർക്കാർ ഭരണകൂടങ്ങളുടെയും അവസ്ഥ ഇപ്പോഴവസ്ഥ അങ്ങനെ തന്നെയാണ്. അതിൽ മാറ്റത്തിന് വേണ്ടി ആരെങ്കിലും കൊതിച്ചു കഴിഞ്ഞാൽ അവരാണ് തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഭാരത് ഹോട്ടലുകളിൽ മദ്യവും രണ്ടും കൂടെ പെണ്ണും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ അതിനൊക്കെ ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. മയക്കുമരുന്ന് നിരോധിക്കുന്നു, കാരണം മദ്യത്തിൽ വരുമാനമുണ്ട്. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ എന്താണ്? അങ്ങനെ വരുമാനത്തിന്റെ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഇത് ഭരണകൂടം ചെയ്യുകയാണ്. എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ് വ അക്ബറു മിനൽ കബായിർ. ഏത് ലഹരിയാവട്ടെ അതിന്റെ ചെറിയ കണികയായിട്ട് വൻപാപങ്ങളിലേക്ക് എത്തും അത് എന്നാണ്. അത് മാതാവാണ്, തിന്മകളെ പ്രസവിക്കുന്ന മാതാവാണ്. ഇത് സർക്കാർ തന്നെ, ഭരണകൂടം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പോലെ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു റിസൾട്ട് കാത്തിരിക്കുകയാണ്. നമ്മൾ 23-ാം തീയതി റിസൾട്ട് കാത്തിരിക്കുക. അപ്പോൾ ആ റിസൾട്ട് അത് ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം അവിടെയൊക്കെ ഇസ്ലാമികമായ ചിന്തക്ക് അല്ലെങ്കിൽ ധാർമ്മിക മേഖലയിൽ ഇത്തരം വളരെ കൊടിയ വൻപാപങ്ങളിൽ നിന്നൊക്കെ സമൂഹത്തെ വിമോചിപ്പിക്കുന്ന ചിന്തകളുടെ പങ്കാളിത്തം അവിടെയൊക്കെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ അതിരുകളും മതിലുകളൊക്കെ തകർത്തു കഴിഞ്ഞാൽ സുഖലോക സ്വർഗമാണ് എന്നാണ് ജനം വിചാരിക്കുന്നത്. അല്ല, ഈ അതിരുകളും മതിലുകളും തകർന്നാൽ പിന്നെ അവിടെയുള്ളത് വ്യഭിചാരമാണ്, മദ്യമാണ്, മയക്കുമരുന്നാണ്, മാരകമായ മയക്കുമരുന്നുകളാണ്. ഒരൊറ്റ ഡോസ്, ഒരൊറ്റ തവണ ഉപയോഗിച്ചാൽ പിന്നീട് രക്ഷയില്ലാത്ത വിധമുള്ള മഹാമാരകമായ അപകടങ്ങളാണ് പതിയിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ മതിലുകൾ തകർക്കുമ്പോൾ നോക്കി നിൽക്കുന്നവനൊക്കെ ആ ആത്മഹത്യപരമായ നിലപാടിന് കുറ്റവാളികളാണ്. അങ്ങനെയാണല്ലോ ഒരു വീട് ആക്രമിച്ച് കൊള്ള ചെയ്യുന്ന സമയത്തൊന്നും ഒച്ച വെക്കാൻ പോലും തയ്യാറില്ലാത്ത ആ ആളുകൾ, അവരും കൂടെ അതിൽ പങ്കാളികളാണ്. അവിടെ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അവിടെ ബാക്കിയായവൻ വന്നിട്ട് പറയും, അയൽവാസിയെ നോക്കിയിട്ട് പറയും, നീയൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ നീയൊക്കെയാണ് എന്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ എന്റെ സഹോദരിയെ കൊന്നത് എന്ന് പറയും. കാരണം എന്താണ്? അയൽപക്കത്തുണ്ടായിട്ടും ഇങ്ങനെയുള്ള ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടിട്ടും ഭർത്താവ് പറഞ്ഞു ഒന്ന് പോയി നോക്കാം, എന്തൊക്കെയാ അവിടെ നിലവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. ഭാര്യ പറഞ്ഞു, നിങ്ങൾ അവിടെ കിടക്കി, അതൊന്നും ഇപ്പൊ നമ്മളുടെ കാര്യമല്ല എന്ന് പറഞ്ഞ ആ ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞു അവരുടെ ഭർത്താവും പരസ്പരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവിടെ നടന്ന കൊല അല്ലെങ്കിൽ അന്ന് രാത്രി നടന്ന കൊലപാതകത്തിൽ ആർക്ക് പങ്കുണ്ട്? ഈ അയൽവാസിക്ക് പങ്കുണ്ട്. അയൽവാസിക്ക് നിർഭയത്വം കൊടുക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. ആ അർത്ഥത്തിൽ അവനെ കൊല ചെയ്തിട്ട് പോലും തിരിഞ്ഞു നോക്കാത്തവന്റെ ദീനത്ര ആയിരിക്കും, എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത്തരം അപകടകരമായ അവസ്ഥ, അത് ഭരണകൂടത്തിന്റെ ആവശ്യം വരുമാനം ഉണ്ടാവണം എന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറം ഒന്നും ചിന്തിക്കുവാൻ ഭരണകൂടം വരെ തയ്യാറാവാതെ വരുമ്പോൾ നമ്മൾ മൗനികളായി നിന്നു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ പ്രത്യാഘാതം എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, എന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മൃഗത്തിൽ നിന്ന്, അതായത് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. ഇത് തിരുത്തപ്പെടാൻ എന്തെങ്കിലും നമ്മൾ ഒരുപാട് സിലബസ് മാറ്റം വരുമ്പോഴും ഇത്തരം ഒരുപാട് ഇത്തരം വലിയ പഠനം തന്നെ നടക്കുന്നുണ്ട്. വലിയ മേഖലയിൽ തന്നെ അതിന്റെ അത്തരം സംഗതി. മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുരങ്ങിന്റെ സ്വഭാവമാണ് മനുഷ്യരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യനിലേക്ക് കൊണ്ടുവരാൻ ആദമിൽ നിന്നുണ്ടായതാണ്. ഇത് ഓരോ ജാതിയും മതവിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്നാൽ പോലെയല്ലോ. ചെറിയ പിഞ്ചു കുഞ്ഞിനെ ചെറുപ്പത്തിൽ അത് പഠിപ്പിക്കുവാൻ സന്നദ്ധമാവണം.
ആ ബോധ്യത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മനുഷ്യൻ ഒരു പ്രവാചകത്തിന്റെ പദവിയും ഉന്നതമായ മഹോന്നതമായ ഒരവസ്ഥയുള്ള ഒരു മകനായിരിക്കണേ എനിക്ക് ജനിക്കാതിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നിടത്തേക്ക് ഞാനും നിങ്ങളും വരണം. എന്നിട്ട് ആ മഹത്വം പഠിപ്പിച്ചു കൊടുക്കണം. ആദം ആരായിരുന്നു? അദ്ദേഹത്തിനൊരു വീഴ്ച വന്നപ്പോ അദ്ദേഹം എത്രത്തോളമാണ് തൗബ ചെയ്തത്, ആ തൗബ എത്രത്തോളം സ്വീകാര്യമായി. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ തലമുറ പ്രവാചകത്വ പരമ്പര വരെ പ്രവാചകന് വരെ ആക്കിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചതും ബഹുമാനിച്ചതും വലിയൊരു തലമുറയെ തന്നെ അതിൽ നിന്ന് അവസാനം നൂഹ് നബി അലൈഹി ഇസ്ലാം ഉൾപ്പെടെ അന്ത്യപ്രവാചകൻ ഉൾപ്പെടെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുത്ത ജൂതന്മാരും ക്രൈസ്തവ സമൂഹവും അതേപോലെ ലോകത്തുള്ള ബഹുഭൂരിഭാഗം വരുന്ന ആളുകളും വിശ്വസിക്കുന്ന വിശ്വാസത്തെ വേണ്ടെന്ന് വെച്ചിട്ട് അതൊന്നും ഇവിടെ കൊണ്ടുവരേണ്ടതില്ല, അതൊക്കെ വാദിക്കുന്നത് തീവ്രവാദമാണ്, ഭീകരവാദമാണ്. മറിച്ച് എന്താ പഠിപ്പിക്കേണ്ടത്? ഡാർവിന്റെ സിദ്ധാന്തം പഠിച്ചിട്ട് കുരങ്ങിൽ നിന്നുള്ളതാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അത് പഠിപ്പിക്കുന്ന അധ്യാപകരും അതിലൊന്നും വീഴ്ച കാണുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ പല കോലത്തിലാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. മദ്യമായിട്ടും വ്യഭിചാരമായിട്ടും അറുകലയായിട്ടും മാതാവ് ഒരു കുടുംബത്തിൽ തന്നെ 5 എണ്ണത്തിനെ അറുകല നടത്തിക്കൊണ്ടൊക്കെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഇതിൽ നിന്നൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സത്യത്തെ തിരിച്ചു പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബ വിഷയത്തിൽ ഇടപെടാൻ അവസരമുണ്ടായി. ഒരു കുടുംബ വിഷയത്തിൽ കല്യാണം കഴിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ ചെക്കന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാളുകൾ കഴിയും തോറും ഈ ഇണയോട് യാതൊരു താല്പര്യവുമില്ല, ഈ പെണ്ണിനോട് യാതൊരു താല്പര്യവുമില്ല. മാത്രമല്ല എന്താണ് ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ വരെ സന്നദ്ധമാവാത്ത അവസ്ഥ എന്തുകൊണ്ട് വന്നു നോക്കുമ്പോ ചില ചിന്തകൾ തുറന്നു പറയുകയാണെങ്കിൽ ഇടതുപക്ഷ ചിന്തകൾ ഇവന്റെ തലയിൽ കയറി. അവന്റെ കൂട്ടുകാരും അത്രത്തോളമുള്ള ലിബറലിസ്റ്റുകളുടെ കൂട്ടുകാരനായി മാറിയത് മുതൽ ഇവന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ പെണ്ണിനോട് താല്പര്യമില്ല, പകരം ആൺകുട്ടികളോടാണ് ഇവന് താല്പര്യം. അവസാനം ഇവന്റെ മൊബൈലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ആണുങ്ങളുടെ നഗ്ന ചിത്രങ്ങൾ ഇവനിങ്ങനെ കൊണ്ടാടും. അവസാനം ഇതിൽ ചില ചെക്കന്മാരുടെ അഡ്രസ്സ് കിട്ടി വിളിച്ചു നോക്കിയപ്പോ ഇവൻ വർഷങ്ങളായി ഇവരുമായിട്ട് പേക്കൂത്തുകൾ, ലൂത്ത് നബിയുടെ ജനതയുടെ സ്വഭാവത്തിലാണ് ഇവൻ ഉള്ളത്. അവസാനം കെഞ്ചിക്കേണു രക്ഷപ്പെടാൻ പല പണ്ഡിതന്മാരുടെ അടുത്തേക്കും കൊണ്ടുപോയി. നല്ലൊരു കുടുംബമാണ്, നല്ലൊരു ഫാമിലിയിൽപ്പെട്ടവനാണ് ഈ ചെക്കനും ഈ കുടുംബവും. പക്ഷെ യാതൊരു രക്ഷയില്ല. ഇവൻ ഒരു നിലക്കും തയ്യാറല്ല എന്നവർ. ഈ ജീവിതം ആ ഒരു മേഖല ഉപേക്ഷിച്ചുകൊണ്ട് വന്നാൽ ഞാൻ തയ്യാറുള്ളൂ എന്ന് പറയുന്ന പെണ്ണിനെ സ്വീകരിക്കുവാൻ തയ്യാറല്ല. ഇതൊന്നും അപൂർവ കേസുകളല്ല. നമ്മൾ അറിയേണ്ടതിന്റെ പല ബന്ധങ്ങളും വഷളായി പോകുന്നതിന്റെ പിന്നാമ്പുറം പരിധി പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ വൃത്തികെട്ട ലൂത്ത് നബിയുടെ സംസ്കാരത്തിലേക്കാണ് ഈ സമൂഹം എല്ലാവരും പോകുന്നതിന്റെ അർത്ഥം. ചിലരെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാലുള്ള അപകടങ്ങൾ എന്താണ്? ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സംസ്കാരം അങ്ങാനും കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അബൂദാബുദും ഇബ്നു മാജയും തിർമുദിയും ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ വജത്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്തിൻ, ലൂത്തിന്റെ ജനത ചെയ്ത പ്രവൃത്തി നിങ്ങളിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഫഖ്തുലു, കൊന്നുകളയണം. അൽ ഫാഇലു വൽ മഫൂല ബിഹി, രണ്ടാളെയും കൊല്ലണം. അത് ചെയ്യുന്നവനും നിന്നു കൊടുക്കുന്നവനും ചെയ്യപ്പെടുന്നവരും നിന്നു കൊടുക്കണം. എന്താണ് കാരണം? ഇത് ചരിത്രം, ഇത് ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്ന ചരിത്ര സംഭവമാണ്. ജൂത സമൂഹം വിശ്വസിക്കുന്ന ചരിത്ര സംഭവമാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ എന്നെന്നും അത് പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു ദൃഷ്ടാന്തമാക്കി വെച്ച ഒരു ചരിത്ര സംഭവമാണ്. ഈ ചരിത്ര സംഭവം ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് അത് പഠിപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധമല്ല എങ്കിൽ LGBTQ ഒക്കെ നമ്മളിപ്പോ ഇതിന്നൊക്കെ കുറെയൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും അതൊക്കെ അതിനേക്കാളും ഭീകരമായ രീതിയിൽ അത് നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ അധ്യയന വർഷമാണല്ലോ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സന്ദർഭത്തിൽ ക്യാമ്പസുകളെയൊക്കെ സമീപിക്കുവാനും ഇത്തരം വിമോചന പ്രവർത്തനങ്ങളിൽ പകരം ഇസ്ലാമിനെ വെച്ചുകൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കൊന്നുകളയണമെന്ന് പറയുന്നത്? കാരണം നമുക്കറിയാം എയ്ഡ്സ് ഇതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ സ്വവർഗരതിക്കാരിൽ നിന്നാണ് എന്ന് തിരുത്തപ്പെട്ടിടുന്നില്ല. അവിടുന്ന് രൂപപ്പെട്ടു വന്ന ഭീകരമായ അവസ്ഥ, നിരപരാധികളായ കുടുംബങ്ങള്, പിഞ്ചോമനകൾ വരെ അതിൽ കുടുങ്ങിപ്പോകും. ചെറിയ കുട്ടി എയ്ഡ്സ് ബാധിക്കുന്ന അല്ലെങ്കിൽ മാരകമായ, അതിലൊക്കെ ഭീകര രൂപമാണ് കൊറോണ എന്ന് പറയുന്ന സാധനം. കൊറോണ എന്ന് പറയുന്നത് എന്നിട്ട് ഒരു പാഠവും അതിൽ നിന്നൊന്നും മനുഷ്യകുലം പഠിക്കുന്നില്ല. ശ്വാസം പോലും കിട്ടാതെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഭീകരമായ രംഗങ്ങളൊക്കെ കാണിച്ച് എല്ലാം ലോക്ക്ഡൌൺ ആക്കിയിട്ടും
അതിനൊന്നും പ്രത്യേകിച്ച് ഒരു പാഠവും പഠിച്ചതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ, നിലവിലുള്ള ഭരണകൂടങ്ങളെ നമുക്ക് കാണുക സാധ്യമല്ല. എന്നാൽ റസൂൽ സാഹിബ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ പറയുന്നത് കാണാൻ സാധിക്കും. തോന്നിവാസങ്ങളും അശ്ലീലതകളും ഒരു സമൂഹത്തിൽ പരസ്യമായി കഴിഞ്ഞാൽ, പരസ്യമായി തന്നെ അത്തരം കാര്യങ്ങൾ നമുക്കറിയാം. ബാംഗ്ലൂരിൽ അങ്ങനെയാ കോലീവിംഗ് എന്ന് പറയുന്നത്, ആണും പെണ്ണും അത് ഒരുമിച്ച് വന്നാൽ റിഡക്ഷൻ വരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളാണ് പരിസരത്തൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ആ അർത്ഥത്തിൽ വിവാഹിതരാവേ വേണ്ട, 38 വയസ്സുകാരിയ ഒരു പെണ്ണ് കോടതിയിലെത്തിയതിന്റെ പിന്നാമ്പുറം പരിധി നോക്കിയപ്പോൾ ഈ പെണ്ണ് എന്തായി ചെയ്തത്? ആണും പെണ്ണും തമ്മിൽ വിവാഹിതരാവാൻ അവർക്ക് നിർദ്ദേശം നൽകിയവർ കേട്ടില്ല. ഈ ആണ് സന്നദ്ധമായി വാശി പിടിച്ചു പറഞ്ഞു, നമുക്ക് വിവാഹിതരായിട്ട് ജീവിക്കാം. ഈ പെണ്ണ് അതിനെ തടഞ്ഞു. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊക്കെ ഫ്രീഡം വേണ്ടതുണ്ട്. പിരിയും വേണമെങ്കിൽ പിരിയാനും ഒന്നിച്ചു പോകണമെങ്കിൽ ഒന്നിച്ചു പോകാനും ഒക്കെ സാധിക്കണം. വിവാഹത്തിലൂടെ കുടുംബത്തെയൊക്കെ ബന്ധപ്പെട്ട് വിവാഹ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് സാധ്യമല്ല. അങ്ങനെ 38 വയസ്സ് വരെ ഈ പെണ്ണിനെ 38 വയസ്സ് വരെ അവർ ഒന്നിച്ചങ്ങനെ ജീവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ചങ്ങാതിക്ക് വേറെ ചെക്കനൊന്നുമല്ല, വളരെ വലിയ യുവാവിന്റെ അപ്പുറമൊക്കെ കഴിഞ്ഞ ഒരുത്തൻ, അവന് വേറെ പെണ്ണിനോട് താല്പര്യം തോന്നി. അത് ഇവൾക്ക് പിടിക്കുന്നില്ല. അതെന്താ അങ്ങനെ? വേറൊരുത്തന്നെ, ഞാൻ ഇതുവരെ എത്രയും കാലം നിന്റെ കൂടെ നിന്നിട്ട് നിനക്കെന്താ വേറെ ഒരുത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ പ്രശ്നമായി മാറി. അവസാനം അവൻ വേറെ കല്യാണം കഴിക്കും, ഇവളെ കല്യാണം കഴിക്കാൻ തയ്യാറ്. ഇവള് വാശി പിടിച്ചു കല്യാണം കഴിക്കണം. ആദ്യം അവനാണ് വാശി പിടിച്ചത്, പിന്നെ ഇവൾ വാശി പിടിക്കണം, കരാറ് വേണം, രജിസ്ട്രേഷൻ നടത്തണം, രേഖപ്പെടുത്തണം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞ് ഇവൾ ആവശ്യപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു സാധ്യമല്ല എന്ന്. അങ്ങനെ അവസാനം അവൾ കോടതി കയറി വിധി വന്ന് നോക്കുമ്പോ എന്താണ്? നിർബന്ധിക്കാൻ സാധ്യമല്ല എന്നാണ്. നിർബന്ധിക്കാൻ സാധ്യമല്ല. അവസാനം മണ്ടി പോയ അണ്ണാന്റെ മാതിരി വല്ലാത്ത എല്ലാം എളുപ്പമായി നിൽക്കുന്ന ഒരവസ്ഥ. എത്രയെത്ര പെൺമണികളാണ് ഇങ്ങനെ ഉള്ളത്, എത്രയെത്ര പെൺകുട്ടികളാണ് വീടകങ്ങളിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അത് വാപ്പ ഉപേക്ഷിച്ചു പോയതാണ്. ഒരുപാട് മക്കള് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് അവന് വേറെ കല്യാണം കഴിച്ചു പോകും. അവന് എവിടെ പോയാലും പെണ്ണ് കിട്ടും. എന്നാൽ ഈ ജാരസന്തതി എന്നായിട്ടെങ്ങാനും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ആരാണെന്ന് കൃത്യമായി പറയാനോ രേഖപ്പെടുത്താനോ ഇല്ലാത്ത ഒരുത്തനായി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭയാനകമായ അവസ്ഥ അത് നമ്മൾ ഒന്ന് ആത്മപരിശോധന നടത്തിയാൽ കാണാൻ സാധിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ അങ്ങാടിയിൽ നമ്മൾ വളരെ അഭിമാനബോധത്തോടു കൂടി നടക്കുന്നത്? എന്റെ വാപ്പ ഇന്നതാണെന്ന് പറയാൻ പറ്റിക്കൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഇന്നതാണ്, എന്റെ വല്യച്ഛൻ ആരാണെന്നും വല്യച്ഛന്റെ അച്ഛൻ ആരാണെന്നും പറയാൻ പറ്റുന്നവരാ അഭിമാനബോധത്തോടു കൂടി അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ തന്ത ആരാണെന്ന് എന്നാണ് യൂറോപ്യൻ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാദർലെസ് സമൂഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തന്ത ആരാണെന്ന് പറയാൻ പറ്റാത്ത ഒരു ജീവിതം സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. എവിടെയൊക്കെ ഏതൊരു സംഗതിക്കും വേണം ഫാദറിനെ ചോദിക്കുമല്ലോ. ആരാണ് തന്ത എന്ന് പറയാൻ പറ്റാത്ത ഒരു മനുഷ്യൻ. ഏത് ഭൂമിയുടെ ലോകത്ത് പോയാലും ഈ കുട്ടിയുടെ അവസ്ഥ എന്താണ്? എന്റെ തന്ത ആരാണ്? തള്ള പറഞ്ഞു തരുന്നില്ല. അള്ളാഹു അത് കാണുന്നുണ്ട്. അവനെ കൊന്നുകളയണം. ആ അഡ്രസ് ഇല്ലാത്ത തോന്നിവാസത്തിലേക്ക് പോയി പെണ്ണിനെ ഉപേക്ഷിച്ച് കല്യാണം വേണ്ടെന്ന് വെച്ച് ആണും തമ്മിലും പെണ്ണും തമ്മിലൊക്കെ വിവാഹത്തിലേക്ക് എത്തിച്ച ആ ചിന്തകൾ അവിടെ നടന്നിട്ടും തന്റെ കാര്യം നോക്കി നടന്നവൻ, തന്റെ വിഷയം, തന്റെ കച്ചവടം, തന്റെ ബിസിനസ് ഒക്കെ നോക്കി നടന്നവർ ഉൾപ്പെടെ പിടികൂടപ്പെടുന്നൊരു നാൾ വരാനുണ്ട്. ആ നാളിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ ഇസ്ലാമികമായ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നാൻ തയ്യാറുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അത് കുറെ കാലൊന്നും ഉണ്ടാവില്ല. അത് എപ്പോഴാണ് ഇത് ഫീസ് പോകുന്നതെന്ന് അറിയില്ല. നമ്മളൊക്കെ അങ്ങനാണ്ട് ഒരു കാറ്റ് മരിച്ചു കിടക്കുന്നത് വരെ രംഗങ്ങളാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസാരിച്ചു കൊണ്ടിരിക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ കണ്ടിട്ടും നമുക്കിതിലൊന്നും ബോധമില്ല. ഈ അതിഗുരുതരമായ ഉമർ ഖത്താബ് പോലും ബോധം കെടുത്തിയ 3 ദിവസം ബോധം കെട്ട് കിടക്കുകയും 18 ദിവസം എഴുന്നേൽക്കാൻ സാധ്യമല്ലാതെ തളർത്തിക്കളയുകയും ചെയ്ത ഈ വിചാരണയെ കുറിച്ചുള്ള ബോധമുണ്ടല്ലോ, ആ വിചാരണയുടെ ബോധവുമായി നടക്കാൻ വേറെ കുറെ കാലം നമുക്ക് ആയുസ് തരും എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തോന്നിവാസങ്ങളും അശ്ലീലതകളും ഒരു സമൂഹത്തിൽ പരസ്യമായി നിരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മുൻഗാമികൾക്കില്ലാതിരുന്ന രോഗങ്ങൾ, ദുരന്തങ്ങൾ അവരെ പിടികൂടുക തന്നെ ചെയ്യും. അറുകൊല വരെ മക്കൾ കേട്ടിട്ടില്ലാത്ത ഒരു കുടുംബത്തിലെ ഒരു മകൻ 5 ആളൊക്കെ ഒന്നിച്ച് കഴുത്തറുത്ത് കൊല്ലുന്ന രംഗം കേട്ടിട്ടില്ലാത്തതാണ്. ഒരു കൈവെട്ട് കേസ് നമ്മൾ എല്ലായിടത്തും കേൾക്കും. പക്ഷേ 51 വെട്ട് തുടർച്ചയായി വെട്ടിയവൻ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഇല്ലാത്ത ഒരവസ്ഥ. അത് എന്താണ്? കൈവെട്ടിനെ ന്യായീകരിച്ചുകൊണ്ടല്ല പറയുന്നത്. കൈവെട്ട് തന്നെയാണ്. അതിനെ തിന്മയെ ഞാൻ അത്തരം ഒരു സംഘത്തിൽ കിടന്ന് പ്രവർത്തിക്കുന്ന ഒരുത്തനോട് ഇന്നലെ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. അവൻ അതിനെ ന്യായീകരിക്കുന്ന അവസ്ഥ നോക്കും നിങ്ങൾ. അത് ന്യായീകരിക്കുന്ന ഒരവസ്ഥ ആർക്കുമില്ല. ന്യായീകരിക്കുന്ന അവസ്ഥ മുസ്ലിം സമുദായത്തിൽ ഇന്നത്തെ അവസ്ഥ അൽഹംദുലില്ലാ
തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്നതിനെ ന്യായീകരിക്കുന്ന ഒരവസ്ഥയില്ല. പക്ഷേ അവിടെ പോരില്ലല്ലോ, ഇസ്ലാം അവിടെ നിൽക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. തിന്മയെ നന്മ കൊണ്ട് നേരിടണം, ചോര രക്തം കൊടുത്തുകൊണ്ട് അതിനോട് പ്രതികരിക്കണം. ആ കൈവെട്ടപ്പെട്ടവന്റെ അവന് രക്തം കൊടുത്തുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിലെ യുവജന വിഭാഗം അത് ചെയ്യുകയുണ്ടായി. തിന്മയെ നന്മ കൊണ്ട്, ഏറ്റവും ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് പോയി പ്രതിരോധിക്കണം. അപ്പോഴാണ് ഷഹാദത്തുൽ എന്ന് പറയുന്നത്. അല്ലാതെ നോക്കി നിന്ന് അത് വേണ്ടാത്തതായി പറഞ്ഞ് അങ്ങനെ നമ്മുടെ കാര്യം നോക്കി നടന്നാൽ, അതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തിന്മ ഏറ്റവും ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ഏറ്റെടുത്തിട്ട് പ്രതികരിക്കുവാൻ സാധിക്കുന്നവരാരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. സൂറത്തുൽ ഹിജ്റില് അള്ളാഹു സുബ്ഹാനഹു തആല 73-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അങ്ങനെ പ്രഭാതത്തോടെ ഒരു മഹാഘോര ഗർജനം അവരെ പിടികൂടി. ലൂത്ത് നബിയുടെ ജനതയെ ഒരു മഹാഘോരമായ ഗർജനം അവരെ പിടികൂടി. ആ നാടിനെ നാം കീഴ്മേൽ മറച്ചു. ഫജഅൽനാ എന്ന് പറഞ്ഞാൽ നാം അങ്ങനെ ആ നാടിനെ നാം ആക്കി. എന്താക്കി? ആലിയഹ, അതിന്റെ മുകൾ ഭാഗത്തെ, സാഫിലഹ, അടിയിലേക്ക് മറിച്ചിട്ടു. ഒരൊറ്റ മറിയാണ്. കണ്ടവരൊക്കെ കൂട്ടും. ഞാൻ പോയി കണ്ടിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ പ്രദേശം ചാവുകടൽ 80 ചില്ലാനും കിലോമീറ്റർ ദൂരത്താ മറിച്ചതൊരു മറി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതിനുശേഷം അവിടെ എന്ത് ചെയ്തു? ഫഅംതർനാ അലൈഹിം, തുടർന്ന് അവരുടെ മേൽ വർഷിച്ചു അവൻ. ആ 80 ചില്ലാനും കിലോമീറ്റർ ദൂരത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മുകളിൽ അവർ തിന്മയെ തടുക്കാത്തവരായി മാറിയതിന്റെ പേരിൽ. തിന്മ ചെയ്യുന്നവര് എല്ലാവരും തിന്മ ചെയ്യുന്നവരൊന്നും ആയിരുന്നില്ല. തിന്മയെ തടുക്കാത്തവർ, അതിനെ പ്രതിരോധിക്കാത്ത ആളുകളെ ഉൾപ്പെടെ അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തു? അട്ടിമറിച്ചിട്ട് ഹിജാറത്തുൻ മിൻ സിജ്ജീൽ, ചുട്ടുവഴുത്ത പ്രത്യേകമായ കല്ലുകൾ, ഒരിക്കലും ജീവൻ മുളക്കാത്ത. ചാവുകടൽ അങ്ങനെയാ, ഡെഡ് സീ എന്ന് പറയുന്നത്. ഒരിക്കലും അന്ത്യനാൾ വരേക്കും അവിടെ ഒന്ന് കുഴിച്ചിട്ടാൽ, ഭൂമിയിൽ എല്ലായിടത്തും കുഴിച്ചിട്ടാൽ നിങ്ങൾക്ക് അവരുടെ ജീവൻ വെപ്പിക്കാൻ സാധിക്കും. ഒരു ജീവിയെ കൊണ്ടുവന്നാൽ അത് അധികം വളർന്നു വരും. എന്നാൽ ഇവിടെ ഒരു ജീവനും നിലനിൽക്കുകയില്ല, ഒരു ജീവനും നിലനിൽക്കുകയില്ല. ആ അർത്ഥത്തിൽ ഒരിക്കലും ജീവൻ വരാത്ത ചാവുകടലായിട്ട് ഞാൻ അതിനെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ, ഇത്തരം സംസ്കാരത്തിന്റെ ലിബറലിസ്റ്റുകളൊക്കെ തോൽപ്പിക്കാൻ നിങ്ങൾ സന്നദ്ധമല്ല എങ്കിൽ, പിടിച്ചു കെട്ടാൻ നിങ്ങൾ സന്നദ്ധമല്ല എങ്കിൽ, നമ്മളും കുറ്റവാളികളായി പിടികൂടപ്പെടും. അങ്ങനെ ചാവുകടലാക്കി മറിച്ചിട്ടല്ലെങ്കിലും ശിക്ഷയുടെ മാലാഖമാർ വന്നിട്ട്, മാലാഖമാർ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, കരിമ്പടം പോയിച്ച ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ അവരുടെ മുഖത്തും മുതുകിലും ആഞ്ഞ് പ്രഹരിച്ചുകൊണ്ട് അടിച്ചു പിടിക്കുന്ന രംഗം നീ എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള ഭയാനകമായ പിടുത്തം നമുക്ക് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു തആല തുടർന്ന് പറയുകയാണ്, അവരുടെ മേൽ ജീവൻ മുളക്കാത്ത ശാശ്വതമായ നാശമുണ്ടാവുന്ന ആ ഒരു പ്രത്യേകമായ കല്ല് വർഷിച്ച ആ പ്രദേശങ്ങൾ ഉൾപ്പെടെ, നമ്മുടെ വീഡിയോയിൽ അടിച്ചാൽ നമുക്ക് കാണാം, ഓൺലൈനിൽ അടിച്ചാൽ നമുക്ക് കിട്ടും. അതിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാവരുടെ കയ്യിലും പോക്കറ്റിൽ കിടക്കുന്നുണ്ട്, പോക്കറ്റിൽ ഇങ്ങനെ കിടക്കും. എന്നിട്ട് അല്ലാഹു പറയാ, ഇന്ന ഫീ ദാലിക ലആയത്തിൽ ലിൽ മുതവസ്സിമീൻ, കാര്യങ്ങൾ വിവേചിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ ചരിത്രം തന്നെ മതി ഒരുത്തനെ ചിന്തിപ്പിക്കുവാൻ. എവിടെയാണ് നമ്മൾ എന്ത് കയ്യിലെടുത്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ നടത്തേണ്ടത്, പ്രതികരിക്കേണ്ടത് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളുവാൻ അത് മാത്രം മതി എന്നാണ് അള്ളാഹു. ഇതിനൊക്കെ ന്യായീകരിച്ച് രാഷ്ട്രീയ മേഖലയിൽ ഇസ്ലാമിനെ പാടില്ലെന്ന് പറഞ്ഞ ഫറോവയുടെ ജഡവും ആ യാത്രയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, എത്ര വർഷം, 5000-ഓളം വർഷം കടലിൽ കിടന്നിട്ട് അതിൽ 3000 വർഷം കടലിൽ കിടന്നു, 1800 വർഷം കരക്കും കിടന്നു, 1800 വർഷങ്ങൾ 2000-ഓളം വർഷം കരയിലും കിടന്നു. ലോകത്ത് ഒരൊറ്റ ജഡമേ ആരും ഒന്നും ചെയ്യാതെ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. കുറെ മമ്മികളൊക്കെ ഉണ്ടാവാം, പക്ഷെ അതൊക്കെ സംരക്ഷിച്ചു നിർത്തിയതാ. പക്ഷേ അതല്ല, ആരും ഒന്നും സംരക്ഷിക്കാതെ, ഇന്നും ഒന്നും ചെയ്തു കൊടുക്കേണ്ടതില്ലാത്ത ആ രോമം ഉൾപ്പെടെ അതിന്മേൽ കാണുന്ന രീതിയിൽ അള്ളാഹു ഒരു ജഡത്തെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, പക്ഷെ അധികം ആളുകളും പാഠം പഠിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇതിലൊന്നും അധികം ആളുകളും പാഠം പഠിക്കുകയില്ല. രാഷ്ട്രീയ സാമൂഹിക മേഖലയിലൊന്നും അള്ളാഹുവിന്റെ ദീനിനെ കൊണ്ടുവരാൻ അനുവദിക്കുകയില്ല. അവിടെയൊക്കെ എന്തോ ഒരു ദിക്റും ദുആയും കഴിഞ്ഞുകൂടുന്ന ആളുകളായി മാറുക തന്നെ ചെയ്യും.
അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളൊക്കെ പഠിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി സമീപിച്ച് അതിനോട് പ്രതികരിച്ച് യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ പ്രതികരിച്ച് അള്ളാഹുവിനെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടുവാൻ സൗഭാഗ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.